ഡിഫറൻസിയേഷന്റെ ബേസിക് റിസൾട്ട്സ് ആണിത്. അപ്പൊ ഇനി അങ്ങോട്ട് കണ്ടിന്യൂറ്റി കഴിഞ്ഞു, ഇനി അങ്ങോട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ആയിരിക്കും പഠിക്കുന്നത്. ഇപ്പൊ +1 നമ്മൾ ഓൾറെഡി ഡിഫറൻസിയേഷൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് പഠിച്ച ബേസിക് റിസൾട്ടുകളാണ് ഇതെല്ലാം. അപ്പൊ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഇപ്പൊ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഈ ബേസിക് റിസൾട്ടിലൂടെ ആദ്യം ഒന്ന് നോക്കാം. d/dx ഓഫ് എ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഒരു നമ്പറിനെ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഒരു നമ്പർ മാത്രമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ്, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. ജനറലി x⁻n ന്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് n × x⁻n-1 ആണ്. ഓക്കെ, e⁻x ന്റെ ഡെറിവേറ്റീവ് e⁻x തന്നെയാണ്, സെയിം ഫംഗ്ഷൻ തന്നെയാണ്. log x ന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. 1/x ന്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. അതേപോലെ √x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2√x ആണ്. a⁻x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് a⁻x log a ആണ്. ഇതാണ് ശരിക്കും പറഞ്ഞ ജനറൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ e⁻x ന്റെ e⁻x നമ്മൾ പഠിച്ചു. അപ്പൊ e⁻x ന്റെ ശരിക്കും e⁻x log e എന്നായിരിക്കും. log യുടെ വാല്യൂ 1 ആയതുകൊണ്ടാണ് നമ്മൾ എഴുതാത്തത്. ഇപ്പൊ 2⁻x ആണ് എനിക്ക് വേണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2⁻x log 2 ആയിരിക്കും. ഓക്കെ, 1/x² ഡെറിവേറ്റീവ് -1/x³. പിന്നീട് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസിന്റെ എല്ലാം ഡെറിവേറ്റീവ് പഠിച്ചു വെച്ചിരിക്കുക. sin x ന്റെ ഡെറിവേറ്റീവ് cos x ആണ്. cos x ന്റെ ഡെറിവേറ്റീവ് -sin x ആണ്. sin x ന്റെ ഡെറിവേറ്റീവ് cos x, cos x ന്റെ ഡെറിവേറ്റീവ് -sin x. അതേപോലെ tan x ന്റെ ഡെറിവേറ്റീവ് sec²x, cot x ന്റെ ഡെറിവേറ്റീവ് -cosec²x, sec x ന്റെ ഡെറിവേറ്റീവ് sec x tan x, cosec x ന്റെ ഡെറിവേറ്റീവ് -cosec x cot x. പിന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ sin ഇൻവേഴ്സ് x നും cos ഇൻവേഴ്സ് x നും ഒരേപോലത്തെ ഡെറിവേറ്റീവ് ആണ്. സൈനിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. sin ഇൻവേഴ്സ് x ന്റെ 1/√(1 - x²), cos ഇൻവേഴ്സ് x ന്റെ -1/√(1 - x². അതേപോലെ tan ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1/1 + x², cot ഇൻവേഴ്സ് x ന്റെ -1/1 + x². ഫൈനലി sec ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് 1/x√(x²-1), cosec ഇൻവേഴ്സ് x ന്റെ ഡെറിവേറ്റീവ് -1/x√(x²-1). അപ്പൊ ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്യുക. പോസ് ചെയ്തിട്ട് ഈ റിസൾട്ടുകളെല്ലാം ലിസ്റ്റ് ചെയ്തെടുക്കുക. റിസൾട്ടുകളെല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം പ്രോബ്ലം സെഷനിലോട്ട് പോവാം. അപ്പൊ പ്രോബ്ലംസ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഫോർമുലാസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്തിട്ട് വേണം പ്രോബ്ലംസ് നോക്കി തുടങ്ങാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ഇതെല്ലാം എഴുതിയെടുക്കുക. പ്രോബ്ലംസ് എല്ലാം പഠിച്ചിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, നമ്മൾ ബേസിക് റിസൾട്ടുകളെല്ലാം കണ്ടു. നമ്മൾ ഇവിടെ ഇപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിഫറൻസിയേഷൻ ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. +1 നമ്മൾ കുറച്ച് പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളും എല്ലാം പഠിച്ചായിരുന്നു. ഇപ്പൊ d/dx ഓഫ് രണ്ട് പ്രോഡക്റ്റ് ഓഫ് എ ഫംഗ്ഷൻ വന്ന f(x) × g(x) വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റ് റൂൾ എന്ന് പറയും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് g' പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ g(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് f'. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്നത്. അതേസമയം d/dx ഓഫ് f(x) ബൈ g(x), രണ്ട് ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ കോഷൻ റൂൾ യൂസ് ചെയ്യും. എന്താണ് കോഷൻ റൂൾ? ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ f' മൈനസ് ന്യൂമറേറ്റർ f(x) ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ g' ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ, ദാറ്റ് ഈസ് g(x) ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് പ്രോഡക്റ്റ് റൂളും കോഷൻ റൂളും. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ഡിഫറൻസിയേഷൻ ആണ്. കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷന്റെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇപ്പൊ ഉദാഹരണത്തിന് sin x എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്കറിയാം, cos x എന്ന് പറയുന്ന ഫംഗ്ഷൻ അറിയാം. sin x നകത്ത് cos x വന്നാൽ, അതായത് sin ഓഫ് cos x, സൈനകത്ത് എക്സിന് പകരം മറ്റൊരു ഫംഗ്ഷൻ cos x കയറി വന്നാൽ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ അഥവാ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ എന്ന് പറയും. അപ്പൊ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് f(g)(x). ഒരു ഫംഗ്ഷൻ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ കിടക്കും. എഫിനകത്ത് g ആണ് കിടക്കുന്നത്. എങ്കിൽ ഇത് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ d/dx ഓഫ് f(g)(x), f' ഓഫ് g(x), അതായത് g യെ അകത്ത് വെച്ചിട്ട് പുറത്തത്തെ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. g യെ അതേപടി അകത്ത് വെച്ചിട്ട് പുറത്തത്തെ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക.
എന്നിട്ട് എക്സിന് പകരം, അതായത് ഇതിനകത്ത് വരുന്ന ജി ഓഫ് എക്സ്, ഇത് ഇത്രയും എക്സ് ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. ഇത് ഇത്രയും എക്സ് ആയിട്ട് വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പൊ എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു എക്സിന് പകരം എന്താണോ വന്ന ഫംഗ്ഷൻ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ജി ഡാഷ് ഓഫ്. ഇതാണ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. സൈൻ ഓഫ് കോസ് എക്സ്, ഇതെങ്ങനെയായിരിക്കും നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? പുറത്ത് വന്ന ഫംഗ്ഷൻ സൈൻ ആണ്. അപ്പൊ കോസ് എക്സ് അത്രയും എക്സ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ഇത്ര എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. അപ്പൊ ഇത് ഇത്ര എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. അപ്പൊ കോസ് എക്സിന് പകരം ഇവിടെ കോസ് എക്സ് ആണ്. സൈൻ ഇവിടെ വരുന്ന എന്താണോ അയാളെ എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഇത് സൈൻ എക്സ്, അതിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്. എക്സിന് പകരം കോസ് എക്സ് ആണ് വന്നത്. എക്സിന് പകരം ആരാണോ വന്നത് അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ആണ്. അപ്പൊ കോസ് എക്സ് ആണ് എക്സിന് പകരം യൂസ് ചെയ്തത്, അയാളുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. ആൻസർ ഇസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ലോഗ് ടാൻ എക്സ്. ലോഗിനകത്ത് ടാൻ എക്സ് വന്നിരിക്കുക. അപ്പൊ പുറമെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ലോഗ് എക്സ് ആണ്. അപ്പൊ ഇത് ഇത്ര എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ആണ്. സോ ലോഗ് ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1/tan x. ഇൻറ്റു എക്സിന് പകരം വന്നത് ടാൻ എക്സ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർഡ്. ആൻസർ ഇസ് സീക്ക് സ്ക്വയർഡ് എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ്. ഇതാണ് ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. സൈൻ എക്സ് സ്ക്വയർഡ് പ്ലസ് 5. So first one is sin എക്സ് സ്ക്വയർഡ് പ്ലസ് 5. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സൈൻ എക്സ് ഫംഗ്ഷൻ ആണ്, ഇത് ഇത്ര എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ സൈൻ എക്സ് ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഞാൻ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. സോ ഇത് കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് വരും. ഇനി എക്സിന് പകരം ആരെയാണോ യൂസ് ചെയ്ത് അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 5 ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആണ്. സോ ആൻസർ 2x കോസ് എക്സ് സ്ക്വയർ പ്ലസ് 5. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. കോസ് ഓഫ് സൈൻ എക്സ്. കോസിനകത്ത് സൈൻ വന്നിട്ടുണ്ട്. d/dx ഓഫ് കോസ് ഓഫ് സൈൻ. അപ്പൊ പുറമെ വന്ന ഫംഗ്ഷൻ ആരാന്ന് നോക്കാം. കോസ് എക്സ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സോ മൈനസ് സൈൻ എക്സിന് പകരം ഇവിടെ സൈൻ എക്സ് ആണ്. മൈനസ് സൈൻ സൈൻ എക്സ്. എക്സിന് പകരം ആരെയാണോ യൂസ് ചെയ്ത് അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. സോ ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, മൂന്നാമത്തെ നോക്കിയേ. മൂന്നാമത്തെ എക്സാമ്പിൾ സൈൻ എ എക്സ് പ്ലസ് ബി. ഇതിനെ സൈൻ എക്സ് ആയിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് കോസ് എക്സ് ആണ്. സോ കോസ് എ എക്സ് പ്ലസ് ബി എന്ന് വരും. ഇൻറ്റു എക്സിന് പകരം ആരെയാണോ യൂസ് ചെയ്തത് ഇവിടെ എ എക്സ് പ്ലസ് ബി, അയാളുടെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താണ്? എ എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എ കോൺസ്റ്റന്റ്, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പൊ അത് എ എന്ന് വരും. പ്ലസ് ബി ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ, കോൺസ്റ്റന്റ് ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് 0 ആണ്. എ പ്ലസ് 0 എ എന്നാവും. സോ എ കോസ് എ എക്സ് പ്ലസ്. നാലാമത്തെ എക്സാമ്പിൾ നോക്കിയേ. സീക്ക് ടാൻ റൂട്ട് എക്സ്. സീക്ക് ടാൻ റൂട്ട് എക്സ്. അപ്പൊ പുറമെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ സീക്ക് എക്സ് ആണ്. d/dx ഓഫ് സീക്ക് ടാൻ റൂട്ട് എക്സ്. ശരിക്കും ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ടല്ലേ. സീക്കിനകത്ത് ടാൻ വന്നിരിക്കുകയാണ്, അതിനകത്ത് റൂട്ട് എക്സ്. അപ്പൊ പുറമെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ നോക്കുക. സീക്ക് ഇത് ഇത്രയും എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ സീക്ക് എക്സ് ആയിട്ട് കാണുക. സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്. സോ സീക്ക് എക്സിന് പകരം ടാൻ റൂട്ട് എക്സ്, ടാൻ എക്സിന് പകരം ടാൻ റൂട്ട് എക്സ്. ശരിക്കും പറഞ്ഞാൽ സീക്ക് എക്സ് ടാൻ എക്സ്. എക്സിന് പകരം ടാൻ റൂട്ട് എക്സ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ. പക്ഷെ ടാൻ റൂട്ട് എക്സ് വീണ്ടും ഒരു ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ ആണ്. ടാൻ റൂട്ട് എക്സ്. അപ്പൊ എക്സിന് പകരം ഇവിടെ വീണ്ടും റൂട്ട് എക്സ് ആണ് കിടക്കുന്നത്. അപ്പൊ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർഡ് എക്സ് ആണ്. സോ സീക്ക് സ്ക്വയർഡ് എക്സ് അല്ല റൂട്ട് എക്സ്. ഓക്കെ, ഇപ്പൊ എക്സിന് പകരം ഞാൻ യൂസ് ചെയ്ത റൂട്ട് എക്സ് ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആയിട്ട് വരും. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. 1/2 ഇതായിരിക്കും ആൻസർ. അപ്പൊ സീക്ക് എക്സ് ആണ് പുറമെ വരുന്ന ഫംഗ്ഷൻ. സീക്ക് എക്സിന്റെ സീക്ക് എക്സ് ടാൻ എക്സ് ഇൻറ്റു എക്സിന് പകരം ടാൻ റൂട്ട് എക്സ് ആയിരുന്നു. അതിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ റൂട്ട് എക്സ് വരും. ഇൻറ്റു റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5 ഹോംവർക്ക് ആയിട്ട് തന്നെ ചെയ്യുക. അത് ജസ്റ്റ് ഒരു കോഷൻ റൂൾ ആണ്.
അപ്പൊ നിങ്ങൾക്ക് ഡയറക്ട്ലി കോഷൻ റൂൾ യൂസ് ചെയ്തിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കിയേ. കോസ് എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ സ്ക്വയർഡ് എക്സ് റൈസ് ടു 5. ഇതിന്റെ ഡെറിവേറ്റീവ് പ്രോഡക്റ്റ് റൂൾ ആണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. This is equal to first function cos x cube into derivative of second. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇത് സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ആണ്. അപ്പൊ ശരിക്കും സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 എന്ന് പറയുമ്പോൾ സൈൻ എക്സ് റൈസ് ടു 5ന്റെ സ്ക്വയർ എന്നാണ് അതിനകത്ത്. അപ്പൊ ഇത് ശരിക്കും ഇത് എക്സ് സ്ക്വയർ ഫോം ആണ്. എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പൊ അത് വേണം ആദ്യം എടുക്കാനായിട്ട്. സോ എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആയതുകൊണ്ട് 2 ഇൻറ്റു സൈൻ എക്സ് റൈസ്. ഇവിടെ എക്സിന് പകരം ഞാൻ സൈൻ എക്സ് റൈസ് ടു 5 ആണ് യൂസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. സൈൻ എക്സ് റൈസ് ടു 5ന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് റൈസ് ടു 5. ഇപ്പൊ എക്സിന് പകരം എക്സ് റൈസ് ടു 5 ആണ്. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. അത് 5x റൈസ് ടു 5. ഓക്കെ, ഇപ്പോഴേ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ആയപ്പോൾ ഇനി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ആരാണ്? സൈൻ സ്ക്വയർ എക്സ് റൈസ് ടു 5 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോസ് എക്സ് ക്യൂബ് ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സോ ഇത് മൈനസ് സൈൻ എക്സ് ക്യൂബ് എന്ന് വരും. ഇനി എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x. Question number 7 നോക്കാം. d by dx of 2 root cos cot x. ഇവിടെ എത്ര ഫംഗ്ഷൻസ് ഉണ്ടെന്ന് നോക്കി. പുറമേ നോക്കി കഴിഞ്ഞാൽ റൂട്ട് എക്സ് ആണ്. അതിനകത്ത് ഒരു കോട്ട് വരുന്നുണ്ട്. അതിനകത്ത് വീണ്ടും ഒരു എക്സ് സ്ക്വയർ വരുന്നു. അപ്പൊ 3 ഫംഗ്ഷൻ ആണ്. അപ്പൊ 2 കോൺസ്റ്റന്റ് ആണ്. റൂട്ട് എക്സ് ഫോം ആണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. സോ 1/2 റൂട്ട് കോട്ട് എക്സ് സ്ക്വയർ. എക്സിന് പകരം ഞാൻ കോട്ട് എക്സ് സ്ക്വയർ ആണ് യൂസ് ചെയ്തത്. അപ്പൊ കോട്ട് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർഡ് എക്സ് ആണ്. സോ ഇത് മൈനസ് കൊസീക് സ്ക്വയർഡ് എക്സ് അല്ല, റൂട്ട് എക്സ് സ്ക്വയർഡ് ആണ്. കൊസീക് സ്ക്വയർഡ് എക്സ് സ്ക്വയർ. ഇനിയിപ്പോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x ആണ്. സോ ആൻസർ ഇവിടെ 2 ഉം 2 ഉം വെട്ടിക്കളയാ. സോ മൈനസ് 2x കൊസീക് സ്ക്വയർഡ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് കോട്ട് എക്സ് സ്ക്വയർ. ഇനി ലാസ്റ്റ് വൺ കോസ് റൂട്ട് എക്സ്. കോസ് റൂട്ട് എക്സ് ആവുമ്പോൾ എന്ത് വരും? ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് റൂട്ട് എക്സ്. അപ്പൊ കോസ് എക്സ് ഫോം ആണ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സോ ഇത് മൈനസ് സൈൻ എക്സ് അല്ല, റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ആണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്. സോ ദാറ്റ് ഈസ് മൈനസ് സൈൻ റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ 2 റൂട്ട്. ഇതായിരിക്കും അതിന്റെ